പണമുള്ളവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഇതാണ്. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പണമുള്ള എല്ലാവരെയും സ്നേഹിച്ചാൽ ഇങ്ങനെ സംഭവിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പണമുള്ള നിങ്ങളെ സ്നേഹിക്കുന്ന നല്ലവരുമുണ്ട്. എന്നാൽ ഭൂരിഭാഗവും സംഭവിക്കുന്ന കാര്യം ഇതാണ്. ഇത് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെക്കാൾ കൂടുതൽ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, പണപരമായി കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവരുടെ ഹൃദയം നിങ്ങളിൽ നിന്നും വളരെ അകലെയായിരിക്കും. അവർ നിങ്ങൾക്ക് മുമ്പിൽ എന്നാലും സ്നേഹം ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കും. അവർ യഥാർത്ഥ സ്നേഹം നിങ്ങളോടില്ലെങ്കിലും മറ്റുള്ളവരെയായിരിക്കും ചിലപ്പോൾ അവർ സ്നേഹിക്കുക. നിങ്ങളെ അവിടെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളുടെ കൂടെ ജീവിച്ചുകൊണ്ട് മറ്റുള്ളവരെയായിരിക്കും അവർ സ്നേഹിക്കുക. എന്നാലും അവർ നിങ്ങൾക്ക് മുന്നിൽ സ്നേഹം ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കും. നിങ്ങളോട് ഒട്ടും താല്പര്യം ഇല്ലെങ്കിലും അവർ നിങ്ങളുടെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കും. ഇത് പണമുള്ളവരുടെ ഒരു പ്രത്യേകതയാണ്. പണമുള്ളവരുടെ ടേസ്റ്റുകളും അഭിലാഷങ്ങളും എല്ലാം വേറെയാണ്. നിങ്ങൾ അവരോടൊപ്പം കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അതേ സ്റ്റേജിൽ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങളും മറ്റുള്ള വഴികളിലൂടെ പോയിക്കൊണ്ടിരിക്കും. അതിനാണ് നിങ്ങൾക്കും താല്പര്യം കൂടുതൽ ഉണ്ടാകുക. നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആ വ്യക്തിയും അതേപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കും. എന്നാൽ ഇതൊന്നും ഇല്ലാതെ നല്ലവരായി ജീവിക്കുന്നവരുണ്ട്. ഇത് മനസ്സിലാക്കിയിരിക്കുക. അവർക്കാണ് പരാജയം കൂടുതൽ. അവർ ഇതെല്ലാം നോക്കി നിന്ന് കാണേണ്ടതായി വരുന്നു. ഇക്കൂട്ടർക്ക് പെട്ടെന്ന് ഹൃദയം മാറാൻ സാധ്യതയുണ്ട്. അവർ അപ്പോൾ കാണുന്നത് അപ്പോൾ ചെയ്തിരിക്കും. അപ്പോൾ തോന്നുന്നത് പോലെ അവർ നടന്നിരിക്കും. ഇതാണ് പണപരമായി കൂടുതൽ ഉള്ളവരുടെ ഒരു പ്രത്യേകത. നിങ്ങൾ അവരുടെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ നോക്കി നിൽക്കേണ്ടതായി വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ കണ്ട് വേദനിക്കേണ്ടതായി വരുന്നു. അവർ വലിയ ആളുകൾ എന്നുള്ള ഒരു ഭാവമാണ് അവരുടെ ഹൃദയത്തിൽ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പണമുള്ളവർ പണമില്ലാത്തവരെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ പണം കുറഞ്ഞവർ പണമുള്ളവരുടെ കൂടെ ജീവിക്കുമ്പോൾ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നിലും ഉറച്ചു നിൽക്കുന്ന കൂട്ടർ അല്ല ഇവർ. ഇവരുടെ മനസ്സ് എപ്പോഴും ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. കാരണം എന്തും ഇവരെ കൊണ്ട് സാധിക്കും, ഇവർക്ക് ഇഷ്ടം പോലെ പണമുണ്ട്, എന്തും നടക്കും എന്നുള്ള ഒരു ചിന്തയാണ് മനസ്സിൽ. പക്ഷെ ചെന്ന് ചാടുന്നതെല്ലാം പരാജയത്തിൽ ആണെങ്കിലും ഒന്നിലും ഉറച്ചു നിൽക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഏത് വിഷയത്തിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത, അവരുടെ തീരുമാനങ്ങൾ അവർ നടപ്പിലാക്കും. നിങ്ങൾ അപ്പോൾ നോക്കി നിൽക്കേണ്ടി വരും. നിങ്ങളെയും ചിലപ്പോൾ അവരുടെ തീരുമാനത്തിലേക്ക് വലിച്ചഴിക്കും, അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങൾക്ക് നിങ്ങൾ നിന്നു കൊടുക്കേണ്ടതായി വരുന്നു. ഇങ്ങനെയും പണമുള്ളവരുടെ കൂടെ ജീവിക്കുന്ന പണമില്ലാത്തവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകളാണ്. പണമില്ലാത്ത ഒരു വ്യക്തിയെ പണമുള്ള ഒരു വ്യക്തി വിവാഹം കഴിച്ചാൽ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്കൊരു വിലയും അവർ കൽപ്പിക്കില്ല. അവർ പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കേണ്ടതായി വരുന്നു. നിങ്ങളുടെ ജീവിതത്തിന് സ്വസ്ഥത പോയി പോകും. നിങ്ങളെ ഒരു വസ്തുവായി മാത്രം അവർ കാണുന്നു. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകൾ ഒന്നും അവർ നോക്കാറില്ല. അവർക്ക് അതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയവുമില്ല. ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നുണ്ട്. അവർക്ക് മുന്നിൽ നിങ്ങൾ ഒരു അടിമയെപ്പോലെ ജീവിക്കേണ്ടതായി വരുന്നു. ഇത് പണമില്ലാത്ത ഒരു വ്യക്തിയെ പണമുള്ള ഒരു വ്യക്തി കൂടെ കൂട്ടിയാൽ അല്ലെങ്കിൽ വിവാഹം കഴിച്ചാൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ ഒരു അടിമയായിത്തീരുന്നു. ഇവരുടെ വ്യക്തി സ്വാതന്ത്ര്യം പോലും ചിലപ്പോൾ പോയെന്നിരിക്കും. എന്നാൽ സ്നേഹമുള്ളവരുമുണ്ട്. ഇത് വളരെ കുറഞ്ഞ ഒരു ശതമാനം മാത്രമേ ഉള്ളൂ. ചുരുങ്ങിയ ചിലർ മാത്രമാണ് സ്നേഹമുള്ളവർ. അവർ നല്ല രീതിയിൽ തങ്ങളുടെ കൂടെയുള്ളവരെ കൈകാര്യം ചെയ്ത് സ്നേഹിച്ച് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഒട്ടുമുക്കാലും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. പണമില്ലാത്തവരെ പണമുള്ളവർ വിവാഹം കഴിച്ചാൽ, അല്ലെങ്കിൽ പണം ഉള്ളവരുടെ കൂടെ പണമില്ലാത്തവർ കൂടിക്കഴിഞ്ഞാൽ അവർ വലിയ ആളുകളായി നിന്നുകൊണ്ട് ഇവരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കും. ഇവരുടെ വ്യക്തി സ്വാതന്ത്ര്യം ഹനിച്ചുകൊണ്ടിരിക്കും. ഇവർക്ക് യാതൊരു സ്വാതന്ത്ര്യം ഇല്ലാത്ത വിധം അവർ മുകളിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അവരുടെ ഇഷ്ടങ്ങൾക്കും ഇംഗിതങ്ങൾക്കും അനുസരിച്ച് ഈ താഴെയുള്ളവർ പെരുമാറേണ്ടതായി വരുന്നു. ഇതൊക്കെ ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.